ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു നാടൻ കോഴി വരട്ടാണ് ചെയ്യുന്നത്. ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. എന്നിട്ട് 2 വല്യുള്ളി അരിഞ്ഞതിട്ടു. അത് നല്ലോണം മിക്സ് ചെയ്യുക. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളി ഇടണം. വട്ടത്തിലരിഞ്ഞാണ്ടാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഇട്ടാൽ വേഗം വഴണ്ട് കിട്ടും. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കണം. എന്നിട്ട് മൂടി തുറന്ന് അതായത് ചെറുതായിട്ട് വഴണ്ടതിന് ശേഷം അതിലേക്ക് മസാല ഇട്ട് കൊടുക്കണം. ഇതിന് മുമ്പ് നല്ലോണം വേവാത്ത തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം അമർത്തി അരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ചധികം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് എരിവ് ഒന്നും വല്ലാതില്ലാത്തത് കൊണ്ട് കാരണം കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2.25 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുത്തു. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. മിക്സാക്കി കൊടുക്കണം. മസാല എല്ലാവർക്കും എത്തുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ മറന്നിരുന്നു. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി കൊടുക്കുക. വെന്തതിന് ശേഷം തുറന്നിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക.
കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കണം. ഇതിലേക്ക് ചിക്കൻ മസാല ഒന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. നാടനായതുകൊണ്ട് ചിക്കൻ മസാല ഒന്നും ഇടണില്ല. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം പാർന്നിക്കണം. ഇറച്ചി വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ഇളക്കിയിട്ട് വെള്ളം ഒരിത്തിരി കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക. അതിന് മുമ്പ് കുറച്ച് ഉപ്പ് നോക്കണം. കുറച്ച് കുറവായതുകൊണ്ട് ഇത്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക കേട്ടോ. കുറച്ച് നേരം തിളച്ചിട്ട് മൂടി തുറന്നിട്ടാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കന് നല്ലോണം വെന്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക മേലെ കൂടി. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ആക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് വിളമ്പാൻ കണ്ട് തുറന്നാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ നാടൻ കോഴി വരട്ടിയത്. ഈ ഒരു ഗ്രേവി ഉണ്ടായിക്കോട്ടെ. ഇനി ഇതിൽ കിടന്ന് ഒന്നുകൂടി പറ്റും. അപ്പോൾ ഇത്ര ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഇനി അടച്ച് വെക്കണം കേട്ടോ. ഗ്യാസ് ഓഫാക്കി അടച്ച് വെച്ചാൽ പിന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ടൈം വിചാരിക്കണം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ശരി, അസ്സലാമു അലൈക്കും.